ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫ്ളഹുല്ലാ അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 130. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഖബറിന്റെ അടുത്ത് വെച്ച്, മഹാന്മാരുടെ ഖബറിന്റെ അടുത്ത് വെച്ച് ദുആ ചെയ്താൽ, ഇബാദത്ത് ചെയ്താൽ പ്രത്യേകം ഇജാബത്തുണ്ടാകും എന്ന വിശ്വാസത്തിന് ഉള്ള ഖണ്ഡനം, അതുപോലെ ഖബർ തന്നെ ആരാധനാ കേന്ദ്രമാക്കുന്നത്, ഖബറാളികളോട് തേടുന്നത്, ഇതിലുള്ള മുന്നറിയിപ്പൊക്കെ സംബന്ധിച്ചുള്ള അധ്യായമാണ്. അതിന്റെ തുടർച്ച. വലി അഹ്മദ് ബിസനദിൻ ജയ്യിദിൻ അൻ ഇബ്നു മസ്ഊദിൻ മർഫൂഅൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മർഫൂആയിട്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അത് നല്ല പരമ്പരയോടുകൂടി അഹ്മദ് റഹിമഹുല്ലാ അവർ രേഖപ്പെടുത്തിയത്. ഇന്ന മിൻ ശിറാറിൻ നാസി, ജനങ്ങളിൽ, മനുഷ്യരിൽ ഏറ്റവും തിന്മയുടെ വക്താക്കളാണ്, തിന്മയുടെ ആളുകളാണ്, മൻ തുദ്രിക്കുഹുമു സ്സാഅത്തു വഹും അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കെ അന്ത്യനാൾ സംഭവിക്കുന്നു. അപ്പൊ അന്ത്യനാൾ സംഭവിക്കുന്ന ഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർ ഷർറിന്റെ ആളുകളാണ്. നല്ല മനുഷ്യന്മാരൊക്കെ അതിന് മുമ്പ് മരിച്ചു പോകുന്നർത്ഥം. വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ, ഖബറുകളെ മസ്ജിദുകളാക്കുന്നവർ, അതായത് ആരാധനാ കേന്ദ്രങ്ങൾ ആക്കുന്നവരും, ഈ രണ്ട് കൂട്ടരും. ഇതാണ് കിതാബ് തൗഹീദിൽ കൊടുത്തിട്ടുള്ള ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഒരു ഹദീസ്. ഇതിന്റെ ഷറഹ് പറയാണ് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫ്ളഹുല്ലാ. അല്ലദീന തുദ്രിക്കുഹുമു സ്സാഅത്തു ഐ ഖിയാമുസ് സഅ, ഇവിടെ അസഹ് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളാണ്. ذلك عند نفخة الصعق التي يموت بها الخلق إلا من شاء الله. ഇത് സ്വാഖിന്റെ, അതായത് മരണത്തിന്റെ ഊത്താണ്, എല്ലാവരും മരിച്ചു പോകുന്ന ഊത്ത്. ഇസ്രാഫിൽ അലൈഹി ഇസ്ലാം ഊതുന്ന ഊത്ത്. അപ്പൊ എല്ലാ സൃഷ്ടികളും മരിച്ചു പോകും അള്ളാഹു ഉദ്ദേശിച്ചവരിക. വഹി അൽ മദ്കൂറത്തു ഫീ ഖൗലിഹി തആല, അതാണ് അള്ളാഹു തആലയുടെ വചനത്തിൽ പറഞ്ഞത്. വനുഫിഖ ഫിസ്സൂരി ഫസ്സഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്. സൂരിൽ ഊതപ്പെടും, കാഹളത്തിൽ ഊതപ്പെടും. അപ്പോ എല്ലാവരും വീഴും. എങ്ങനെ? മരിച്ചു വീഴുന്നുള്ള അർത്ഥത്തിലാണത്. ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുക. അതായത് സ്വയക്കു എന്ന് പറഞ്ഞാൽ മാത്തു മറത്തം വാഹിദ്, അവരൊറ്റ തവണ മരിക്കും. മിൻ അസരി സ്വാഖത്തി, ആ സ്വാഖത്ത് കാരണമായി. ഇതാ നഫഖ ഇസ്രാഫീൽ ഫി സൂരി അന്നഫഖത്തുൽ ഊല, ഒന്നാമത്തെ ഊത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതിയാൽ സ്വഇഖ കുല്ലുൽ അഹ്യാഇ, എല്ലാ ജീവിച്ചിരിക്കുന്നവരും മരിച്ചു വീഴും. ഇല്ലാ മൻ ഇസ്തസ്നാ അല്ലാഹു സുബ്ഹാനഹു വതആല ബിഖൗലിഹി ഇല്ലാ മൻ ഷാ അല്ലാഹ്, ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവരെ ഒഴികെ എന്ന് വചനത്തിൽ പറഞ്ഞത് വരെ ഒഴികെ. രണ്ടാമത്തെ ഊത്ത് സംബന്ധിച്ചുള്ള ആയത്ത്. പിന്നീട് മറ്റൊരു ഊത്ത് ഊതും, അപ്പോൾ അവരെല്ലാവരും നോക്കുന്നവരായിട്ട് എണീക്കും എന്ന്. വഹിയ നഫ്ഖത്തുൽ ബഅസി, ഇത് പുനർജന്മത്തിന്റെ ഊത്ത് ആണ്. വസാനിയത്തു നഫ്ഖത്തുൽ ബഅസി, രണ്ടാമത്തേതാണ് എന്ത്? പുനർജന്മത്തിന്റെ ഊത്ത്. യംഫഖു ഇസ്രാഫീൽ അലൈഹിസ്സലാം ഫി സൂരി മറത്തൻ സാനിയ, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ രണ്ടാമത്തെ ഊത്ത് ഊതും. ഫയഖൂമൂന മിൻ ഖുബൂരിഹിം അഹ്യാഅൻ യംശൂൻ, അപ്പോൾ അവരുടെ ഖബറുകളിൽ നിന്ന് അവര് നടക്കുന്നവരായിട്ട് അവര് എന്ത് ചെയ്യും? ജീവിച്ചു വരും. ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ വഹാദാ ബിഖുദ്റത്തില്ലാഹി സുബ്ഹാനഹു വതആല, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുദ്റത്ത് കാരണമാണ്. ഫഹാതാനി നഫ്ഖതാനി, അപ്പോൾ ഇത് രണ്ട് ഊത്താണ്. നഫ്ഖത്തുസ് സാഖി, മരിച്ചു വീഴുന്ന ഊത്ത്, എല്ലാ സൃഷ്ടികളും. വനഫ്ഖത്തുൽ ബഅസി, പുനർജന്മത്തിന്റെ ഊത്ത്. അപ്പോൾ മുമ്പ് മരിച്ചവരും എല്ലാവരും രണ്ടാമത് പുനർജനിപ്പിക്കപ്പെടുന്ന ഊത്താണ് നഫ്ഖത്തുൽ അൽ ബഅസ്, പുനർജന്മത്തിന്റെ ഊത്ത്. വഹുനാക നഫ്ഖത്തുൻ സാലിസ, മൂന്നാമതൊരു ഊത്തുണ്ട്. ദക്കറഹ അല്ലാഹു ഫി ആഖിരി സൂറത്തുൻ നംൽ, സൂറത്തുൻ നംലിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞ ഒരു ഊത്ത്. ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء الله. ويوم ينفخ في الصور, സൂറിൽ ഊതപ്പെടും. ففزع, അപ്പോൾ പരിഭ്രാന്തരാകും. മൻ ഫി السماوات ومن في الأرض, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. ഫഹാദിഹി നഫ്ഖത്തുൽ ഫസഅ, ഇത് പരിഭ്രാന്തിയുടെ ഊത്താണ്. വബഅദുൽ ഉലമാഇ കശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വഗൈരിഹി യറൗന അന്ന നഫ്ഖാതി സലാസ,
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള ചില പണ്ഡിതന്മാർ 3 ഊത്തുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നഫ്ഹത്തുൽ ഫസ, പരിഭ്രാന്തിയുടെ ഊത്ത്, വഹിയൽ മദ്കൂറത്ത് ഫി സൂറത്തുൻ നംൽ, സൂറത്തുൻ നംലിൽ ഇപ്പൊ ഈ പറഞ്ഞ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ആ ഊത്ത്. വനഫ്ഹത്തുൽ മൗതി, മരണത്തിന്റെ ഊത്ത്, ആദ്യം പറഞ്ഞ ഊത്ത്. വനഫ്ഹത്തുൽ ബാസ്, ബാസ് പുനർജന്മത്തിന്റെ ഊത്ത്. വഹുമ അൽ മദ്കൂറത്താനി ഫി സൂറത്തുൽ സുമർ, സുമർ സൂറത്തിൽ പറഞ്ഞ. വബഅദുൽ ഉലമാ യറ അന്നഹു ലൈസ ഹുനാക ഇല്ലാ നഫ്ഹത്താൻ, ചില പണ്ഡിതന്മാർ 2 ഊത്ത് മാത്രം അല്ലാതെ വേറെ ഊത്തില്ല എന്ന പക്ഷക്കാരാണ്. നഫ്ഹത്തുസ് സാഖി വനഫ്ഹത്തുൽ ബാസി, അത് മരിച്ചു വീഴുന്ന ഊത്തും പുനർജന്മത്തിന്റെ ഊത്തും. നഫ്ഹത്തുസ് സാഖി ഹാദിഹി ഇൻദഹും ഹിയ നഫ്ഹത്തുൽ ഫസ. അപ്പോൾ ഫസഇന്റെ ഊത്ത്, പരിഭ്രാന്തിയുടെ ഊത്ത് എന്ന് പറഞ്ഞത് അവരുടെ വീക്ഷണത്തിൽ അത് സ്വാത്തിന്റെ ഊത്ത്, അതായത് മരിച്ചു വീഴുന്ന ആ ഊത്ത് തന്നെയാണ്. അതിന് മറ്റൊരു പേരാണ് നഫ്ഹത്തുൽ ഫസ. യഫ്സഊന വഹും യമൂതൂൻ, അങ്ങനെ പരിഭ്രാന്തിയിലായിക്കൊണ്ട് അവർ മരിക്കും എന്നതാണ്. അത് പ്രത്യേക ഊത്തല്ല എന്നതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണം. ഈ ഭയാജനകമായ ഭീതിജനകമായ ഹദസ് സംഭവത്തിന് ഹാജരാകുന്നവർ അന്നുള്ളവർ, വഹുവ നഫ്ഖത്തുസ് സാഖ്, അതായത് മരിച്ചു വീഴുന്ന ഊത്ത്. ഹും ശിറാറുൻ നാസ്, മനുഷ്യരിൽ ഏറ്റവും നികൃഷ്ടരാണവർ. ലിഅന്നൽ മുഅ്മിനീന യമൂതൂന ഖബല ദാലിക്, കാരണം സത്യവിശ്വാസികൾ അതിനു മുമ്പ് മരിച്ചു പോകും. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, ലാ തഖൂമു സ്സഅതു വഫിൽ അർളി മൻ യഖൂലു അല്ലാഹ് 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 എന്ന് വിളിക്കുന്ന ഒരാൾ ഭൂമിയിലുള്ളപ്പോ സാഅത്ത് ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ലിഅന്നഹു ഇദാ കാന ഫീഹാ മൻ യഖൂലു അല്ലാഹ് അല്ലാഹ്, അപ്പോ ഭൂമിയിൽ, കാരണം ഭൂമിയിൽ അള്ളാഹു അള്ളാഹു എന്ന് വിളിക്കുന്ന, എന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ എന്ന് പറയുന്ന, പരാമർശിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുന്ന, ഈ ദുനിയാവിൽ ജീവിതം അവശേഷിക്കും. കാരണം അള്ളാഹുവിനുള്ള ദിക്റും തൗഹീദും അതേപോലെ അവനുള്ള ഇബാദത്തുമാണ് എന്ത്, ഈ ഭൂമിയുടെ ഇമാറത്ത്, നിലനിൽപ്പിന് ആധാരം. തൗഹീദുള്ളവര് നിലനിൽക്കുന്നതുകൊണ്ടാണ് അള്ളാഹു ഈ ഭൂമി നിലനിർത്തുന്നത് എന്നതാണ്. അപ്പൊ ഭൂമിയിൽ നിന്ന് അത് നഷ്ടപ്പെട്ടാൽ ഭൂനിവാസികൾക്ക് ശിക്ഷക്ക് ഇസ്തിഹഖാഖായി, അപ്പൊ ശിക്ഷാർഹരായവർ. അപ്പൊ അതോടുകൂടി പൊതുവിലുള്ള മരണം സംഭവിക്കും. അപ്പോഴാണ് ഖിയാമത്ത് നാള് സംഭവിക്കുന്നത്, പിന്നെ ഒന്നാമത്തെ ഊത്ത് സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി അലൽ ഹഖ് വാഹിരീന ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആയിക്കൊണ്ടേയിരിക്കും, അലൽ ഹഖ്, സത്യത്തിലായിക്കൊണ്ടേയിരിക്കും, സത്യത്തിന്മേൽ, വാഹിരീന, വിജയശ്രീലാളിതരായിക്കൊണ്ടേയിരിക്കും. ലാ യദുർറുഹും മൻ ഖദലഹും, അവരെ നിന്ദിക്കുന്നവർ അവർക്ക് പ്രശ്നമല്ല, വലാ മൻ ഖാലഫഹും, അവർ എതിർക്കുന്നവരെ അവർക്ക് പ്രശ്നമല്ല, ഹത്താ യഅതി അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ. ഫൽ മുറാദു ബിദാലിക, അപ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം, അന്നഹും യമൂതൂന ഖബല ദാലിക്, അവർ അതിനു മുമ്പ് മരിക്കും. അതാണ് അള്ളാഹുവിന്റെ അമ്ർ വരിക എന്ന് പറഞ്ഞത്. അതിനു മുമ്പേ അവരുടെ റൂഹുകളെ അള്ളാഹു പിടിക്കും. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പായിട്ട് അള്ളാഹു ഒരു കാറ്റ് അയക്കും. എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും അള്ളാഹു ആ റൂഹ്, അവരുടെ റൂഹ് ആ കാറ്റ് കൊണ്ട് അള്ളാഹു പിടിക്കും. അങ്ങനെ സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും ഈ ഭീതിജനകമായ സംഭവത്തിന് സാക്ഷിയാവുകയില്ല. അവര് ആ സമയത്ത് ഉണ്ടാവില്ല, അതിന് മുമ്പേ മരിക്കും. റഹ്മത്തും മിൻ അല്ലാഹി തആല ബിഹിം, ഇത് അള്ളാഹു അവരോട് ചെയ്യുന്ന, അള്ളാഹു തആല അവരോട് ചെയ്യുന്ന ഒരു കാരുണ്യമാണ് എന്നതാണ്. യുസ്തഫാദു മിൻ ഹാദൈനിൽ ഹദീസൈനി മസായിലുൻ അദീമ. ഇനി മുമ്പ് പറഞ്ഞ 2 ഹദീസുകൾ, ഇപ്പൊ പറഞ്ഞ ഹദീസും ഇതിനു മുമ്പ് പറഞ്ഞ ഹദീസും, അതിൽ നിന്ന് മഹത്തരമായ ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാം. അതുപോലെ ഷോർട്ടായിട്ട് നമ്മൾ പറയാം. അൽ മസ്അലത്തുൽ ഊല, ഒന്നാമത്തെ മസ്അല, യുസ്തഫാദു മിൻ ഹദീസൈനി ഇസ്ബാത്തുൽ മഹബ്ബത്തി ലില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്ത് എന്ന വിശേഷണം, സ്നേഹം,
വഅന്നഹാ സിഫത്തുൻ മിൻ സിഫാത്തിഹി, അത് അവന്റെ വിശേഷണങ്ങളിൽപ്പെട്ട ഒരു വിശേഷണമാണ്. വഅന്നഹു യുഹിബ്ബു ഔലിയാഅഹു വറസൂലഹു, അവൻ അവന്റെ മുർസലീങ്ങളെയും ഔലിയാക്കളെയും ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബു ഇബാദഹുൽ മുഅ്മിനീൻ, അവന്റെ സത്യവിശ്വാസികളായ അടിമകളെ അവൻ ഇഷ്ടപ്പെടുന്നു. വഹാദിഹി സിഫത്തുൻ മിൻ സിഫാത്തിഹി ലായിഖത്തി ബിജലാലിഹി, ഇത് അവന്റെ ജലാലിയത്തിന് യോജിച്ച, അവന്റെ ഔന്നത്യത്തിന് യോജിച്ച സിഫത്തുകളിൽപ്പെട്ട സിഫത്താണ്. കമാ യുബ്ഗിദുൽ കാഫിരീന വൽ മുനാഫിഖീൻ, ഇതുപോലെ സത്യനിഷേധികളെയും മുനാഫിഖ് കപടവിശ്വാസികളെയും അവരോട് അവൻ വെറുപ്പ് അല്ലെങ്കിൽ കോപിക്കുന്നു എന്നതുപോലെ വയക്റഹു, അവരോട് വെറുക്കുന്നു. വയംഖുതു വയഗ്ളബു വയർദാ വയദ്ഹകു കുല്ലു ദാലിക മിൻ സിഫാത്തിഹി സുബ്ഹാനഹു വതആല വഹിയ സിഫാത്തുൻ ലായിഖത്തുൻ ബിഹി ജല്ല വഅല. അപ്പോൾ കോപം, ചിരി, അതേപോലെ ചിരിക്കുന്നു, തൃപ്തിപ്പെടുന്നു എന്നതൊക്കെ അല്ലാഹുവിന്റെ ജലാലിയത്ത്, അവൻ ജല്ല വഅല അവനോട് അവൻ യോജിച്ച വിധത്തിലുള്ള അവന്റെ സിഫത്തുകൾ ആണ് എന്നതാണ്. വഹാദാ മദ്ഹബു അഹ്ലി സുന്നത്തി വൽ ജമാഅത്തി, ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണം. അതായത് അള്ളാഹുവിന്റെ സിഫത്തുകളായിട്ട് എന്തൊക്കെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിഹായ ഹദീസുകളിലൂടെ നമുക്ക് എന്തൊക്കെ പഠിപ്പിച്ചു തന്നോ അത് അപ്പടി അനുസരിക്കുക എന്നുള്ളതാണ്, അപ്പടി വിശ്വസിക്കുക. അൻഹും യുസ്ബിതൂന മാ ജാഅ ഫിൽ കിതാബി വസ്സുന്നത്തി മിൻ സിഫാത്തിഹി അദ്ദാതിയ്യ വമിൻ സിഫാത്തിഹി അൽഫിഅലിയ്യ സുബ്ഹാനഹു വതആല അലാ മാ യലീഖു ബിജലാലിഹി. അള്ളാഹുവിൻ സുബ്ഹാനഹു വതആലയുടെ ജലാലിയത്തിന് യോജിച്ച വിധത്തിൽ അവന്റെ ദാത്തിയായും അവന്റെ ഫിഅലിയായും, പ്രവർത്തിപരമായിട്ടുള്ള ഫിഅലിയായി ദാത്തിയായിട്ടുള്ള സത്താപരമായിട്ടുള്ള എല്ലാ സിഫത്തുകളും കിതാബിലും സുന്നത്തിലും വന്നിട്ടുള്ളത്, വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നിട്ടുള്ളത്, അത് വന്ന പ്രകാരം അത് സ്ഥിരപ്പെടുത്തി അതിനെ വിശ്വസിക്കുക എന്നതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മദ്ഹബ് വീക്ഷണം. വമിൻ ദാലിക, അതിൽപ്പെട്ടതാണ് ഇസ്ബാത്തുൽ മഹബ്ബത്തി, മഹബ്ബത്ത് എന്ന സിഫത്ത് അള്ളാഹുണ്ട് എന്ന് വിശ്വസിക്കൽ. വഅന്നഹു യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. വതകററ ദിക്റു മഹബ്ബത്തിഹി ലിഇബാദിഹി ഫി ആയാത്തിൻ കസീറ, ധാരാളം ആയത്തുകളിൽ അവന്റെ അടിമകളോടുള്ള മഹബ്ബത്ത് അവൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, പിന്നീട് അള്ളാഹു ഒരു ഖൗമിനെ, ഒരു സമൂഹത്തെ കൊണ്ടുവരും, അവൻ അവരെ ഇഷ്ടപ്പെടും, അവർ അവനെയും ഇഷ്ടപ്പെടും. യുഹിബ്ബുഹും, അവൻ അവരെ ഇഷ്ടപ്പെടും. വയുഹിബ്ബൂനഹു, അവർ അവനെയും ഇഷ്ടപ്പെടും എന്ന്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, നിശ്ചയം അല്ലാഹു തവ്വാബീങ്ങളെ പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നു, ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുന്യാനും മർസൂസ്. അത് എന്താണ്? അല്ലാഹുവിന്റെ മാർഗത്തിൽ അണിയണിയായി യുദ്ധം ചെയ്യുന്നവരെ, ധർമ്മസമരത്തിൽ ഇസ്ലാമിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇസ്ലാമിനെതിരെ വരുന്ന ശത്രുക്കളെ അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫൻസ് എന്ന നിലക്ക് യുദ്ധം ചെയ്യുന്നവരുണ്ടല്ലോ അള്ളാഹുവിന്റെ മാർഗത്തിൽ, അങ്ങനെ പോരാടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആയത്ത്. വൽ അഹാദീസ് അല്ലതി തുസ്ബിതു അന്നല്ലാഹു യുഹിബ്ബു ഇബാദഹുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ അവന്റെ അടിമകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതിന് സ്ഥിരപ്പെടുത്തുന്ന ഹദീസുകളും. المسألة الثانية، രണ്ടാമത്തെ മസ്അല ഫിൽ ഹദീസ് ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട് അന്നൽ ഖുല്ലത അലാ ദറജാത്തിൽ മഹബ്ബ, മഹബ്ബത്ത്, ഇഷ്ടം, സ്നേഹത്തിന്റെ പദവികളിൽ ഏറ്റവും ഉന്നതമായതാണ് ഖുല്ലത്ത്. ക്ലോസ് ആയിട്ട്, വളരെ വെരി ഇന്റിമേറ്റ് ആയിട്ടുള്ള, വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള സ്നേഹം എന്നത്. വലിദാലിക തഹ്സുലു ഇല്ലാ ലിൽ ഖലീലൈൻ, അത് രണ്ട് ഖലീലുമാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതാരൊക്കെയാ? മുഹമ്മദിൻ വ ഇബ്രാഹിം അലൈഹിമസ്സലാത്തു വസ്സലാം, ഈ രണ്ട് പ്രവാചകന്മാർക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ ഖുല്ലത്ത് കിട്ടിയിട്ടുള്ള, അള്ളാഹുവിന്റെ ഖലീലായിട്ടുള്ള രണ്ട് പേര് മാത്രമാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം അലൈഹിസ്സലാം. المسألة الثالثة, മൂന്നാമത്തെ മസ്അല ഫീ ദലീലുൻ അലാ ഫദ്ലിൽ ഖലീലൈൻ, രണ്ട് ഖലീലുമാരുടെ ശ്രേഷ്ഠത സംബന്ധിച്ച് ഇതിൽ തെളിവുണ്ട്. മുഹമ്മദിൻ വ ഇബ്രാഹിം അലൈഹിമസ്സലാത്തു വസ്സലാം ഹൈഥു നാല ഹാദിഹിൽ മർത്തബത അല്ലതി ലം യനലഹ അഹദുൻ ഗൈറുഹും, അവരല്ലാത്ത മറ്റാർക്കും നേടാൻ പറ്റാത്ത മർത്തബ ഈ രണ്ടുപേരും നേടിയിട്ടുണ്ട്, മുഹമ്മദ് നബിയും ഇബ്രാഹിം നബിയും അലൈഹിമസ്സലാം. അൽ മസ്അലത്തു റാബിഅ, നാലാമത്തെ മസ്അല ഫിൽ ഹദീസ് ദലീൽ അലാ ഫദ്ലി അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠത സംബന്ധിച്ച് ഈ ഹദീസിൽ തെളിവുണ്ട്. അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, കാരണം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ, എൻ്റെ ഉമ്മത്തിൽ ഞാനൊരു ഖലീലിനെ തെരഞ്ഞെടുക്കുമായിരുന്നുവെങ്കിൽ ലത്തഖദതു അബൂബക്കറിൻ ഖലീല, ഞാൻ അബൂബക്കറിനെ ഖലീലായി തെരഞ്ഞെടുക്കുമായിരുന്നു, സ്വീകരിക്കുമായിരുന്നു. പക്ഷേ അതിന് വകുപ്പില്ല എന്നതാണ്. പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ അബൂബക്കറിനെ എന്ന് പറഞ്ഞല്ലോ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠത ഇതിൽ നിന്ന് വ്യക്തമാണ്. അൽ മസ്അലത്തുൽ ഖാമിസ, അഞ്ചാമത്തെ മസ്അല ഫീ അൽ ഹദീസി ദലീലുൻ അലാ തഹരീമി സ്വലാത്തി ഇൻദൽ ഖുബൂർ, നേരത്തെ പറഞ്ഞ ഹദീസ്, ഖബറുകൾക്ക് നേരെ നിസ്കരിക്കൽ, ഖബറുകളുടെ അടുത്ത് നിസ്കരിക്കുന്നതിന്റെ നിരോധനം
അതിനെ സംബന്ധിച്ച് തെളിവുണ്ട്. മസാജിദ് അലിഹ, ഖബറുകൾക്ക് മേൽ മസ്ജിദുകൾ എടുപ്പുകളൊക്കെ പണിയുന്നത് അതിന്റെ നിരോധനം സംബന്ധിച്ചും ഈ ഹദീസിൽ തെളിവുണ്ട്. അൽ മസ്അലത്തു സാദിസ, ആറാമത്തെ മസ്അല, ഫിൽ ഹദീസി ദലീലുൻ അലാ ബുത്ലാനി സ്വലാത്തി ഇൻദൽ ഖബൂർ, ഖബറുകൾക്ക് അടുത്തുള്ള നിസ്കാരം ബാത്തിലാണ്, അത് സാധുവാകുകയില്ല എന്ന് തെളിവുണ്ട്. ഔഫിൽ മസാജിദിൽ മബ്നിയ്യത്തി അലൽ ഖുബൂർ, അല്ലെങ്കിൽ ഖബറുകൾക്ക് മേൽ എടുക്കപ്പെട്ട മസ്ജിദുകൾ അതിൽ വെച്ച് നിസ്കരിച്ച നിസ്കാരം സ്വഹീഹാവില്ല. ലിഅന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ ദാലിക്, കാരണം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. വന്നഹി യഖ്തദി അൽ ഫസാദ ഇൻദൽ ഉസൂലിയീൻ, ഉസൂലികളുടെ വീക്ഷണത്തിൽ നഹി നിരോധിച്ചൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് ഫസാദ, പിന്നെ അത് ഫസാദിനെ വിധിക്കും, അപ്പൊ അത് അസാധുവാണ്. അൽ മസ്അലത്തു സാബിഅ, ഏഴാമത്തെ മസ്അല, ഫിൽ ഹദീസ് ദലീൽ അലാ അന്ന അല്ലദീന യത്തഖിദൂന ഖുബൂറ മസാജിദ ശിറാറുൽ ഖൽഖ്, ഖബറുകളെ മസ്ജിദുകൾ അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്നവർ സൃഷ്ടികളിൽ ഏറ്റവും ഷർറിന്റെ ആളുകളാണ്, തിന്മയുടെ ആളുകളാണ് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഫല്ലദീന യഫ്അലൂന ഹാദൽ ഫിഅല സവാഅൻ കാനൂ മിനൽ യഹൂദി ഔ മിനൻ നസാറ, അവർ യഹൂദികളിൽപ്പെട്ടവരാണെങ്കിൽ നസാറാക്കളിൽപ്പെട്ടവരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നവർ. ഔ മിനൽ മുൻതസിബീന ഇലൽ ഇസ്ലാമിഹും ഷർറുൽ ഖൽഖ്, ഇസ്ലാമിലേക്ക് ചേർക്കപ്പെട്ട് പറയുന്നവരാണെങ്കിലും ചേർത്ത് പറയുന്നവരാണെങ്കിലും ഷർറുൽ ഖൽഖാണ്. ലാ അഹദൻ ഷർറു മിൻഹും, അവരെക്കാളും വലിയ ഷർറിന്റെ ആൾക്കാരില്ല. വൽ അയാദു ബില്ലാ, അല്ലാഹുവിൽ ശരണം. സാമിന, എട്ടാമത്തെ അവസരം, അന്നൽ ഹദീസ് യദുല്ലു അലാ, ഈ ഹദീസ് അറിയിക്കുന്നു അന്ന സഅദ ലാ തഖുമു അലാ അഹ്ലിൽ ഈമാൻ, സത്യവിശ്വാസികളുടെ മേൽ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ സത്യവിശ്വാസികളുടെ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇന്നമാ തഖൂമു അലൽ കുഫാർ, അത് കാഫിറുകളുടെ മേലെ സംഭവിക്കുക. അന്ന അഹ്ലൽ ഈമാൻ മിൻ ഖൈരിൻ നാസ്, കാരണം ജനങ്ങളിൽ നല്ലവരിൽപ്പെട്ടവരാണ് ഈമാനിന്റെ ആളുകൾ, സത്യവിശ്വാസികൾ. വലൈസു ഷർറൻ നാസ്, അവർ ജനങ്ങളിൽ ഷർറിന്റെ ആളുകളല്ല. ഫലാ തഖൂമു അലൈഹിം അസ്സാഹ്, അപ്പൊ അവർക്ക് മേൽ അന്ത്യനാൾ സംഭവിക്കൂല. ഇന്നമാ യമൂതൂന ഖബല ദാലിക്, അന്ത്യനാൾ സംഭവിക്കും മുമ്പ് സത്യവിശ്വാസികളൊക്കെ മരിച്ചു പോകും.